കുഷസ് ഹോം ഗാർഡനിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് കരുതുന്നു. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിലെല്ലാം ബോഗൻവില്ലകളാണ് കാണിച്ചിരുന്നത്. ബോഗൻവില്ലകൾ ഇപ്പോഴും അവൈലബിൾ ആണ്. അപ്പോൾ വേറെ പ്ലാന്റ്സ് ഒന്നും ഇല്ലയെന്ന് ചോദിച്ചതുകൊണ്ട് വേറെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് പ്ലാന്റ്സ് കാണിക്കാൻ വിചാരിച്ചു. ഇതുപോലത്തെ അൽമാണ്ടകൾ, ഈ സൈസിലുള്ള അൽമാണ്ടകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ചെടിയുടെ കളർ ഇതാണ് വരുന്നത്, കണ്ടോ? ഇതാണ് കളറ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരു സ്റ്റെം അല്ല, നല്ല ബുഷി ആയിട്ടുള്ള അൽമാണ്ടയാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 175 രൂപയാണ്. ഇതാണ് അതിൻ്റെ ഫ്ലവർ. ഇത് പോട്ടിൽ ഇങ്ങനെ പിടിപ്പിച്ചിട്ടുള്ള അൽമാണ്ടകളാണ്. ഇതിൻ്റെ റേറ്റാണ് 175. അതുപോലത്തെ തന്നെ ഈ കളറുള്ളത്, ഈ കളറുള്ള പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇതാണ്. ഇങ്ങനെ 2 സ്റ്റെമ്മായിട്ടുള്ള ഈ കളറാണ് ഫ്ലവർ വരുന്നത്. ഇതിൻ്റെ റേറ്റും 175ആണ്. നല്ല ഹെൽത്തി ആയിട്ട് നല്ല റൂട്ടൊക്കെ വന്ന് പോട്ടിൽ പിടിപ്പിച്ചിട്ടുള്ള പ്ലാന്റാണ്. ഇത് പോട്ടിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടാണ് അയച്ചു തരുന്നത്. അതുപോലെ വൈറ്റും റെഡും നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആണ്. റെഡിൻ്റെ റേറ്റ് വരുന്നത് 150 രൂപയും വൈറ്റിന് 200 രൂപയാണ് റേറ്റ് വരുന്നത്. റെഡ് അൽമാണ്ട എന്ന് പറഞ്ഞാൽ ഡാർക്ക് മെറൂൺ കളറ് അൽമാണ്ടയാണ്. നല്ല റെഡ് അല്ല, ഡാർക്ക് മെറൂൺ കളർന്നിട്ടുള്ള റെഡാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഈ 4 സൈസിലുള്ള അൽമാണ്ടകളും അവൈലബിൾ ആണ്. ഇപ്പോൾ അൽമാണ്ടകൾ വേണ്ടവർ പറയൂ. നെക്സ്റ്റ് ഇതുപോലെ പൂവിടുന്ന ഒരു ചെടിയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 300 രൂപയാണ്. അത് നിങ്ങൾക്ക് 2 ഷൂട്ടായിട്ടുള്ള ഒരു പ്ലാന്റ് ആയിരിക്കും അയച്ചു തരുന്നത്. ഇതാണ് പ്ലാന്റ് സൈസ്. ഇതുപോലെ ഇങ്ങനെ പെട്ടെന്ന് പൂവുണ്ടാവും. ഇതുപോലെ ഇതിങ്ങനെ സാധാരണ വാഴപ്പൂവ് താഴേക്കാണ് ഉണ്ടാവാറ്. അത് ഇവിടെ ഞാൻ കാണിച്ചു തരാം. താഴേക്കുള്ള വാഴപ്പൂവ് ഇതിങ്ങനെ മുകളിലേക്കാണ് ഉണ്ടാവുക. നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂവ് കാണാനായിട്ട്. ഈ 2 ഷൂട്ടുള്ള ചെടിയുടെ റേറ്റ് വരുന്നത് 300 രൂപയാണ്. 300 rupees പ്ലസ് CC. എൻ്റെ പൊക്കം വരുന്ന ഈ ചെടി ഇത് കണ്ടോ, ഇതാണ് അതിൻ്റെ ഫ്ലവർ വരുന്നത്. ഇതാണ് അതിൻ്റെ ഫ്ലവർ. ഈ ഫ്ലവർ ഇതുപോലെ നല്ല ഭംഗിയായിട്ടുള്ള ഫ്ലവർ ഉണ്ടാകുന്ന ഈ ചെടിയുടെ റേറ്റ് വരുന്നത് 750 റുപ്പീസാണ്. 750 രൂപയാണ് ഈ ചെടിയുടെ റേറ്റ് വരുന്നത്. ഇത് ആദ്യ ഇല വരുമ്പോൾ സാധാരണ വാഴ ഇല പോലെ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. അത് കഴിഞ്ഞത് ഇതിങ്ങനെ തന്നെ ആ ഇലകൾ ഇങ്ങനെ കീറിയ പോലെ കട്ട് ചെയ്ത പോലെ ഇങ്ങനെ വരും. ഇതാണ് ഫ്ലവർ. നല്ല ഭംഗിയായിട്ടുള്ള ഒരു ചെടിയാണ്. ഇതിൻ്റെ റേറ്റ് 750 ആണ് ഈ വലിപ്പത്തിലുള്ളത്. ഇതിൻ്റെ തന്നെ ചെറിയ ചെടികളും ഈ പകുതി പൊക്കമുള്ള ചെടികളും അവൈലബിൾ ആണ്. അതിൻ്റെ പൊക്കം കുറഞ്ഞിട്ടുള്ള ചെടിയുടെ റേറ്റ് വരുമ്പോൾ 350 രൂപയാണ്. ഈ സൈസിൽ വരുന്ന ചെടികൾ, ഈ പൊക്കത്തിൽ വരുന്ന ചെറിയ ചെടികൾ അവൈലബിൾ ആണ്. അത് 350 രൂപയാണ്. ഇത് മെറൂൺ കളർ ലീഫിൻ്റെ ബാക്ക് സൈഡിൽ മെറൂൺ കളറുള്ള കലാത്തിയ ലൂട്ടയാണ്. ഇത് കണ്ടോ, ഇതിൻ്റെ ലീഫ് ഇങ്ങനെ ബാക്ക് സൈഡ് മുഴുവനും നല്ല സിൽക്ക് പോലത്തെ മെറൂൺ കളറാണ്. ഇത് കലാത്തിയ ലൂട്ടയുടെ ഇതിൽ പെട്ടത് തന്നെയാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2 ഷൂട്ട് വരുന്ന ഒരു പ്ലാന്റിൻ്റെ റേറ്റ് 250 റുപ്പീസാണ്. 250 രൂപയും കൊറിയർ ചാർജുമാണ് വരുന്നത്. ഈ സൈസിലുള്ള പ്ലാന്റ്സ് ആണ് 250 രൂപയ്ക്ക് അയച്ചു തരുന്നത്. 2 ഷൂട്ട് മിനിമം ഉണ്ടാവും. ഈ ചെടി വന്നിട്ട് ഒരു ചേമ്പ് പോലെ തോന്നുന്ന ഒരു ചെടിയാണ്. ഇത് ഇത്രയും വലിയ ഒരു ഷൂട്ടിൻ്റെ റേറ്റ് വരുന്നത് 250 രൂപയാണ്. ഇത് നല്ല വലിപ്പത്തിലേക്ക് പോകും. എനിക്ക് തോന്നുന്നു നമ്മൾ വലിയ ഹോട്ടലുകളിലൊക്കെ കാണാറുണ്ട് 5 അടി 6 അടി പൊക്കത്തിൽ നല്ല പൊക്കത്തിലേക്ക് പോയിട്ട് വലിയ ഇലയായിട്ട് നിൽക്കുന്ന ഒരു ചെടിയാണിത്. ഇതാണ് പ്ലാന്റ് സൈസ്. ഇതിപ്പോൾ നമ്മൾ ഒരു ഷൂട്ട് നട്ടു കൊടുത്താൽ ഇതുപോലെ ചെറിയ തൈകൾ ധാരാളം പെട്ടെന്ന് ഉണ്ടാവുന്നതായിരിക്കും. ഇതിൽ തന്നെ നോക്കൂതേ, ഒരുപാട് ചെറിയ തൈകൾ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ഒരു ഷൂട്ട് വാങ്ങി നട്ടാൽ മതി. അതിൽ നിന്ന് ഒരുപാട് തന്നെ നമുക്ക് ചേമ്പിൻ്റെ വിത്തൊക്കെ ഉണ്ടാവുന്ന പോലെ തന്നെ ഉണ്ടാവും. നല്ല ഭംഗിയാണ്. ഇതിൻ്റെ ഇല ഇങ്ങനെ വളർന്ന് വലിപ്പത്തിലേക്ക് വരുന്നതാണ്. അപ്പോൾ ഈ ചെടി വേണ്ടവർക്ക് പറയാവുന്നതാണ്. 250 റുപ്പീസാണ് ഈ സൈസിലുള്ള ഒരു ഷൂട്ടിൻ്റെ റേറ്റ്. ഈ സൈസിലുള്ള കാനവാഴ ഓറഞ്ച് കളറാണ്. ഉണ്ടോ, ഓറഞ്ചും റെഡും ഒക്കെ കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കളർ കാനവാഴയാണ്. ഇതാണ് അതിൻ്റെ ഫ്ലവർ. നിറയെ പൂവുണ്ടാവും. ചെറുതിലേ തന്നെ നിറയെ പൂവുണ്ടാവുന്നതാണ്. ഇത് ഒരു ഷൂട്ട് വെച്ച് കഴിയുമ്പോൾ കണ്ടോ, അടുത്ത ഷൂട്ട് പെട്ടെന്ന് തന്നെ അതിൽ നിന്നുണ്ടായി നിറഞ്ഞു വരും ഈ ചെടികൾ. ഏത് പോട്ടിൽ വെച്ചാലും നിലത്ത് വെച്ചാലും അതനുസരിച്ചിട്ട് ധാരാളം ഷൂട്ടുകൾ ഉണ്ടാകുന്ന ഒരു ചെടിയാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 90 റുപ്പീസാണ്. ഈ സൈസിലുള്ള റെഡ് ക്രീപ്പർ റോസ്, ചെറിയ കമ്മൽ റോസ് പോലെ ഉണ്ടാകുന്ന നല്ല ഡാർക്ക് മെറൂൺ കളർ ഫ്ലവറാണ് ഇതിൻ്റെ. ഇതിലിപ്പോൾ മൊട്ടയായിട്ടുള്ളൂ, പൂവായിട്ടില്ല. ഈ സൈസിലുള്ള പ്ലാന്റ് റെഡ് ക്രീപ്പർ അവൈലബിൾ ആണ്. 100 രൂപയാണ് ഒരു പീസിൻ്റെ റേറ്റ് വരുന്നത്. അതുപോലെ ഇങ്ങനെ നിറയെ പൂവിട്ടിട്ടുള്ള കാശ്മീരി റെഡ് അവൈലബിൾ ആണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 90 റുപ്പീസാണ്. അതുപോലെ തന്നെ
ഇത് കാശ്മീരി റെഡ്. ഇതൊരു കമ്മൽ റോസാണ്. അത് കണ്ടോ, ഈ സൈസിലുള്ള കമ്മൽ റോസിൻ്റെ റേറ്റ് വരുന്നത് 90 റുപ്പീസ് തന്നെ. ഇത് ബട്ടൺ റോസാണ്. റോസുകളില്ലേന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ 2 വീഡിയോ അടുപ്പിച്ച് ബോഗൻവില്ലയുടെ ഇട്ടതുകൊണ്ട് നമ്മുടെ കയ്യിൽ ബോഗൻവില്ലയുടെ ഒപ്പം തന്നെ ഈ പ്ലാന്റ്സും ഒക്കെ അവൈലബിൾ ആണ്. ഇത് ബട്ടൺ റോസ് ആണ്. കണ്ടോ, നിറയെ പൂവിട്ടിട്ടുള്ള ബട്ടൺ റോസ് ആണ്. ഇതിൻ്റെ റേറ്റ് വരുന്നതും 90 രൂപ തന്നെയാണ്, 90 റുപ്പീസ്. ഇത് ആദ്യം പൂവുണ്ടാകുമ്പോൾ യെല്ലോ കളറ് കുറേ ദിവസം കഴിയുമ്പോൾ അത് ഇങ്ങനെ ക്രീമായി അത് വൈറ്റിലേക്ക് മാറുന്നൊരു റോസാണ്. ഇതിൻ്റെ റേറ്റും 90 തന്നെയാണ് വരുന്നത്. ഇതൊരു വൈറ്റ് റോസാണ്. ഇത് കണ്ടോ, ഈ സൈസിൽ നിറയെ പൂവിടുന്നൊരു വൈറ്റ് റോസാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 90 റുപ്പീസ് തന്നെയാണ്. ഇതുപോലെ നിറയെ പൂവിടുന്ന ഓർക്കിഡ് റോസുകളും അവൈലബിൾ ആണ്. ഇത് 140 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇതെല്ലാം നാടൻ റോസുകളാണ്. അപ്പോൾ നാടൻ റോസുകൾ ആവശ്യമുള്ളവർക്ക് എല്ലാവർക്കും പറയാവുന്നതാണ്. ബോഗൻവില്ലയുടെ ഒപ്പം ഞാൻ പറഞ്ഞല്ലോ, റോസുകളും അൽമാണ്ട എല്ലാം നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഇത് ഹൈബ്രിഡ് ചെത്തിയുടെ ഒരു 4 പീസിൻ്റെ കോംബോ ആണ് വരുന്നത്. ഇത് 250 റുപ്പീസാണ് ഹൈബ്രിഡ് ചെത്തിയുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത്. ഇതൊരു കോംബോ ആയിട്ടാണ്. ഇതാ വൈറ്റ് വരുന്നുണ്ട്, റെഡ് വരുന്നുണ്ട്, ലൈറ്റ് റോസ് കളർ വരുന്നുണ്ട്, യെല്ലോ വരുന്നുണ്ട്. ഈ 4 പീസിനും കൂടെയാണ് 250 + CC വരുന്നത്. അതുപോലെ പോട്ട് വിങ്കകൾ അവൈലബിൾ ആണ്. 5 പീസ് 5 ഡിഫറെൻ്റ് ആയിട്ടുള്ള കളറായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത്. 5 പീസിന് 300 രൂപയും കൊറിയർ ചാർജുമാണ് വരുന്നത്. 300 + CC. നാടൻ പിച്ചികൾ അവൈലബിൾ ആണ്. ഇതുപോലത്തെ നാടൻ പിച്ചികളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് വെറും 50 രൂപ മാത്രമേ ഉള്ളൂ. 50 റുപ്പീസ് മാത്രമാണ് ഇതിൻ്റെ റേറ്റ്. ഈ സൈസിലുള്ള മണിമുല്ല അവൈലബിൾ ആണ്. ഒരുപാട് പേര് ചോദിച്ചിരുന്നു മണിമുല്ല അവൈലബിൾ ആണോ എന്ന്. മണിമുല്ല നമ്മുടെ കയ്യിൽ ഇപ്പോൾ ധാരാളം പീസ് അവൈലബിൾ ആണ്. ഈ സൈസിലുള്ള മണിമുല്ല നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. 150 രൂപയാണ് ഈ മണിമുല്ലയുടെ റേറ്റ് വരുന്നത്. അതുപോലെ ഈ സൈസിലുള്ള ഗോൾഡൻ കാസ്കേഡ് അവൈലബിൾ ആണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 120 രൂപയാണ്. ഇതൊരു വാട്ടർ ജാസ്മിൻ്റെ പ്ലാന്റ് ആണ്. ഇത് ബോൺസായി ആയിട്ട് വളർത്താൻ പറ്റിയ നല്ലൊരു വാട്ടർ ജാസ്മിൻ ആണ്. ഇത്രയും വലിപ്പത്തിൽ വന്നിട്ടുള്ള വാട്ടർ ജാസ്മിൻ്റെ റേറ്റ് വരുന്നത് നിറയെ വെള്ള കളർ. ഇത് കണ്ടോ, ചെറിയ ചെറിയ പൂക്കൾ നിറയെ ഉണ്ടാവും. ഇതിപ്പോൾ മൊട്ട് വന്നിട്ടുള്ള ചെടിയാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് വെറും 100 രൂപ മാത്രമാണ്. ഇത് കണ്ടോ, ധാരാളം മൊട്ട് വന്നിട്ടുണ്ട്. ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത്. ഇതൊരു ലീഫ് പ്ലാന്റ് ആണ്. സിൽവർ കളർ ഒരു ലീഫായിട്ട്. ഇതിൻ്റെ ലീഫിന് നല്ല സ്മെല്ലാണ്. ജമന്തി പൂവിൻ്റെയൊക്കെ ഒരു സ്മെല്ല് വരുന്ന ലീഫാണിത്. നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ ബുഷിയായിട്ട് നിൽക്കണം കാണാൻ. ഈ ലീഫ് പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് 50 റുപ്പീസാണ്. 50 രൂപ മാത്രമേ ഉള്ളൂ ഈ ഒരു ചെടിയുടെ റേറ്റ് വരുന്നത്. നെക്സ്റ്റ് ഇതുപോലെ ഓല പോലെ വരുന്ന ഒരു പാമാണ്. ഇത് ചെറിയൊരു പാമ്പിൻ്റെ തൈ. ഇത് നല്ല വലുപ്പത്തിലേക്ക് വരുന്നതാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 40 രൂപയാണ്. നല്ല റൂട്ടൊക്കെ വന്ന നല്ല ഹെൽത്തിയായി ഈ സൈസിൽ വരുന്ന പ്ലാന്റ് ആണ്. വെറിഗേറ്റഡ് ലീഫായിട്ടുള്ള പാരിജാതമാണ്. ഇത് കണ്ടോ, വൈറ്റും ഗ്രീനും കൂടെ കളർന്നിട്ടുള്ള ലീഫാണ്. ഇതിൻ്റെ ഫ്ലവർ വൈറ്റ് കളറായിട്ട് നല്ല വാസനയുള്ള ഗന്ധരാജൻ എന്നും പറയും. ചിലർ പാരിജാതം എന്നും പറയുന്നുണ്ട്, ചിലർ ഗന്ധരാജൻ എന്നും പറയുന്നുണ്ട് ഈ ചെടിക്ക്. ഇതാണ് പ്ലാന്റ് സൈസ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 80 റുപ്പീസാണ്, 80 രൂപയാണ്. നല്ല വാസനയാണ് ഇതിൻ്റെ ഫ്ലവർ. നല്ല വലിപ്പമുള്ള പൂവാണ്. ഇതുപോലത്തെ ഇതൊരു വാട്ടർ ജാസ്മിൻ്റെ ഇതിൽ തന്നെ പെട്ടതാണ്. ഇതാണ് അതിൻ്റെ ഫ്ലവർ വരുന്നത്. ഇതിങ്ങനെ താഴേക്ക് പൂവായിട്ട് കിടക്കുന്നതാണ്. കണ്ടോ, ഈ കമ്മലിൻ്റെ ജിമിക്ക് തൂങ്ങി കിടക്കുന്ന പോലെ നിറയെ പൂവുണ്ടാവുന്ന ഒരു ചെടിയാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 100 രൂപയാണ്. ഇത് ശ്രീലങ്കൻ മുല്ല മിനിയേച്ചറാണ്. ഇത് നിറയെ പൂവിടുന്ന ഒരു ചെടിയാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 125 രൂപയാണ്. ഇതാണ് പ്ലാന്റ് സൈസ്. ഇൻഡോറൊക്കെ വയ്ക്കാൻ പറ്റിയ നല്ല ഭംഗിയുള്ള ചെടികൾ അവൈലബിൾ ആണ്. കാറ്റ്കസ് പോലത്തെ ഒരു വിഭാഗത്തിൽ പെട്ടതാണ് ഈ 2 ചെടികളും. ഇതൊരു ചെടിയുടെ റേറ്റ് വരുന്നത് 100 രൂപയാണ്. ഈ സൈസിലുള്ള ബഹൂനിയ പ്ലാന്റ് അവൈലബിൾ ആണ്. ഇത് ഓറഞ്ചും റെഡും കൂടെ നിറയെ കൊലയായിട്ട് പൂവുണ്ടാവുന്ന ഒരു ചെടിയാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 250 റുപ്പീസാണ്. ഇതാണ് പ്ലാന്റ് സൈസ്.
നെക്സ്റ്റ് ഇതാ ഇതുപോലത്തെ ഒരു ചെടിയാണ്, ആസ്പരാഗസ് എന്ന് പറയും. ഇത് നമുക്ക് ഹാങ്ങിങ് ബോട്ടിലൊക്കെ നട്ടാൽ നല്ല ഭംഗിയായിട്ട് കിടക്കുന്ന ചെടിയാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 70 രൂപയാണ്. കഴിഞ്ഞ ആഴ്ചയിലെ കമന്റ് ആൻഡ് വിൻ ഓഫർ വിജയുടെ പേര് സ്ക്രീനിൽ കാണിക്കുന്നതാണ്. അവരുടനെ തന്നെ ഉഷസ് ഹോം ഗാർഡന്റെ വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യേണ്ടതാണ്. ഈ ആഴ്ചത്തെ വീഡിയോയിലും കമന്റ് ആൻഡ് വിൻ ഓഫർ ഉണ്ട്. കഴിഞ്ഞ വീഡിയോയിലെ പോലെ തന്നെ ഒരു ബോഗൻവില്ലയാണ് വിജയിക്ക് ലഭിക്കുന്നത്. അപ്പോൾ കറ്റാർവാഴ വേണ്ടവർക്ക് ഇതാ ഈ സൈസിലുള്ള കറ്റാർവാഴയുടെ പ്രൈസ് വരുന്നത് 50 റുപ്പീസാണ്. ഈ സൈസിലുള്ള കറ്റാർവാഴ നമ്മൾ നട്ട് കഴിഞ്ഞാൽ അതാ ഈ വലിപ്പത്തിലേക്കൊക്കെ ആവും. ഇത് നല്ല വലിപ്പം വന്നിട്ടുള്ള കറ്റാർവാഴകളാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ധാരാളം കറ്റാർവാഴകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ ബ്യൂട്ടി പാർലറിലെ ആവശ്യങ്ങൾക്കോ ഒക്കെ വേണ്ടവർക്ക് കറ്റാർവാഴകൾ എത്ര വേണമെങ്കിലും നമുക്കിപ്പോൾ തരാൻ സാധിക്കും. അപ്പോൾ വേണ്ടവർ കോൺടാക്ട് ചെയ്യൂ. സൈസിലുള്ള കറ്റാർവാഴയുടെ റേറ്റ് വരുന്നത് 75 രൂപയാണ്. ഇത് 50 രൂപ ചെറുത്. വലിപ്പം കൂടുമ്പോൾ അതിന് 75 രൂപയാണ് വരുന്നത് ഒരു പീസിന്. നമ്മളുടെ കയ്യിൽ കറ്റാർവാഴ ധാരാളം അവൈലബിൾ ആണ്. ഒരു പീസായിട്ടല്ല, ഹോൾസെയിലായിട്ടും കറ്റാർവാഴ എടുക്കേണ്ടവർക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ബ്യൂട്ടി പാർലറിലെ ആവശ്യങ്ങൾക്കോ ആയുർവേദ ഷോപ്പുകളിലെ ആവശ്യങ്ങൾക്കോ ഒക്കെ ആയിട്ട് കറ്റാർവാഴകൾ ഒരുപാട് എൻക്വയറി വരാറുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മളുടെ കയ്യിൽ റെഡി സ്റ്റോക്ക് ഒരുപാട് പീസ് അവൈലബിൾ ആയതുകൊണ്ട് തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതുവരെ ഉഷസ് ഹോം ഗാർഡൻ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറന്നു പോകരുത്. താങ്ക് യു ഫോർ വാച്ചിങ് ഉഷസ് ഹോം ഗാർഡൻ.